ഗിർസുദാകരന്റെ ഒരു സർവേ ഫലം പുറത്തു വന്നിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം പുറത്തിറങ്ങി അദ്ദേഹം മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞു, വനവാസം മസ്റ്റ്. തുടർഭരണം ഒരിക്കലും അവസാനിക്കൂല. 100 വഴിയൊക്കെ പോകാം. കേട്ടല്ലോ, തുടർഭരണം ഒരു കാരണവശാലും മാറാൻ പോകുന്നില്ല. സ്വാഭാവികമായിട്ടും ഇടതുപക്ഷ പ്രവർത്തകർക്ക് പുറമെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് പുറമെ സുധാകരനും ഈ നാട്ടിൽ 3.0 വരണമെന്ന് ആഗ്രഹിക്കുന്നു. ഒരു വ്യക്തിയുടെ മനസ്സിലുള്ള കാര്യം അദ്ദേഹം നിഷ്കളങ്കമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറഞ്ഞു. അതിലെന്താണ് തെറ്റ്? ഒരിക്കലും അദ്ദേഹത്തെ തെറ്റു പറയാൻ പറ്റില്ല. അദ്ദേഹം ഈ അടുത്ത കാലത്ത് തന്നെ VD സതീശന്റെ വനവാസവുമായി ബന്ധപ്പെട്ട് പോകാതിരിക്കാൻ വേണ്ടി ഞാൻ മനമുരുകി പ്രാർത്ഥിക്കാമെന്നുള്ളൊരു ട്രോളും പറഞ്ഞു. കാര്യം യഥാർത്ഥത്തിൽ അദ്ദേഹം കൂടോത്രം സതീശൻ ഇനി വനത്തുനിന്ന് പുറത്തു വരരുത്, തൻ്റെ രാഷ്ട്രീയ ഭാവിയെ ഇത്രയും അനിശ്ചിതത്വത്തിലാക്കിയത് സതീശനാണെന്നുള്ള അഭിപ്രായമുണ്ട്. അതുകൊണ്ട് അദ്ദേഹം അത് വ്യംഗ്യാർത്ഥത്തിൽ പറഞ്ഞു നിർത്തിയെന്നേ ഉള്ളൂ. തെരഞ്ഞെടുപ്പ് പോളിംഗ് പൂർത്തീകരിക്കുമ്പോൾ നേതാക്കന്മാർക്കിടയിലെ അഭിപ്രായ സർവേ നോക്കുമ്പോൾ ഇടതുപക്ഷത്തുള്ളവർ പ്രകടിപ്പിക്കുന്ന അതേ ആത്മവിശ്വാസം തന്നെ സുധാകരനും പ്രകടിപ്പിക്കുന്നു. ഇവിടെ തുടർഭരണം മാറേണ്ട കാര്യമില്ല, അതിൻ്റെ ആവശ്യം എന്ത്, തുടരണമെന്ന് ആഗ്രഹിക്കുന്നവരിൽ സുധാകരനുമുണ്ട് എന്ന് അദ്ദേഹം ഉള്ളിലുള്ള കാര്യം അറിയാതെയാണെങ്കിലും മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു. ഒരു കാര്യം ഉറപ്പാണ്, സുധാകരന് വരെ ഉള്ളിൽ തുടർഭരണത്തിന് സാധ്യതയുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വിശദീകരിക്കേണ്ടതുണ്ടോ? അത് AI നിർമ്മിത വീഡിയോ ഒന്നുമല്ല. ദേ നോക്കിയ ചാനലുകൾ ഇന്ന് സംപ്രേഷണം ചെയ്ത വീഡിയോ തന്നെയാണ്. തുടർഭരണം ഒരിക്കലും അവസാനിക്കൂല. 100 വഴിയൊക്കെ പോകാം. അപ്പോൾ കേരളം ആഗ്രഹിക്കുന്നത് തന്നെ സുധാകരനും ആഗ്രഹിക്കുന്നു. അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ തന്റെ ഉള്ളിലെ സർവേ റിപ്പോർട്ട് പുറത്തേക്ക് വെളിപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഇടതുപക്ഷം 3.0 എന്നുള്ള ചർച്ച കൂടുതൽ സജീവമാക്കുകയാണ്. അതിന് ഇന്ധനം പകരുന്നതാണ് സുധാകരന്റെ വാക്കുകൾ.